സ്പോട്ട് ലൈവ് തുടരുന്നു. കോട്ടയത്ത് വീണ്ടും പ്രസ് ക്ലബിന്റെ മതിൽ തകർത്ത് KSRTC ബസ്. സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സാണ് പുറകോട്ടിറങ്ങി മതിൽ തകർത്തത്. റോഡിൽ വാഹനം ഇല്ലാത്തതിനാൽ വൻ ദുരന്തമൊഴിവായി. ഏതാനും മാസങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ KSRTC ബസ് ഇതുപോലെ നിയന്ത്രണം വിട്ട് പ്രസ് ക്ലബിന്റെ തൊട്ട് സമീപത്തുള്ള പ്രസ് ക്ലബിന്റെ മതിൽ തകർത്തിരുന്നു. അന്നും റോഡിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ദുരന്തം ഒഴിവായത്. ഈ സംഭവത്തെക്കുറിച്ച് KSRTC വിശദമായി പരിശോധിക്കേണ്ടതാണ്. ഇത് ഈ KSRTC ജീവനക്കാരുടെ ഡ്രൈവറുടെ ഉൾപ്പെടെ പിഴവാണോ ഇത്തരം സംഭവത്തിന് കാരണമെന്ന് കൂടി പരിശോധിക്കേണ്ടതാണ്. ശ്രീജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇത് പതിവായി ഇതുപോലുള്ള വീഴ്ചകൾ KSRTC ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നൊരു ആക്ഷേപമുണ്ടല്ലോ. എന്താണ് സംഭവിച്ചത്? ടോം, ഇത് ഏതാണ്ട് ഒരു 2 മാസത്തിനിടെ രണ്ടാമത്തെ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ 2 തവണയും ആശ്വാസകരമായിട്ടുള്ളത് ആർക്കും ഇതിലൊരു അപകടത്തിൽ ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ തുടർച്ചയായി മതിൽ തകരുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. പ്രസ് ക്ലബിന്റെ മതിൽ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും പ്രസ് ക്ലബിന്റെ അല്ല, PWD ഓഫീസും ഇതിനുള്ളിൽ ഈ കോമ്പൗണ്ടിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മതിൽ കെട്ടിയത് PWD ആണ്. പക്ഷെ 2 ഇടത്തേക്കുമുള്ള വഴി ഒന്ന് തന്നെയാണ്, ഒരു ഗേറ്റ് തന്നെയാണ്. അതാണ് എനിക്ക് ഈ പിന്നിലായി ഈ കാണുന്ന സ്ഥലത്താണ് ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രസ് ക്ലബ് കെട്ടിടമാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഈ മതിലാണ് തകർത്ത് ബസ് എത്തിയത്. ഈ മതിൽ തകർന്നു കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് 11:45 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതാണ് KSRTC സ്റ്റാൻഡ്. ഈ KSRTC സ്റ്റാൻഡിൽ നിന്ന് ബസ് ഉരുണ്ട് വരികയായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ കുടയൊക്കെയുള്ള ഭാഗത്താണ് ബസ് സാധാരണ ചില ബസ്സുകൾ പാർക്കിങ്ങിന് ഇടുന്നത്. അവിടെ ഒരു ചെറിയ ഇറക്കം കൂടിയാണ്. ഈ ഇറക്കത്തിന്റെ അവിടെ സാധാരണ ബ്രേക്ക് ഇട്ട് അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ ബ്രേക്ക് ജാമായി കിടക്കുന്നു. അങ്ങനെ ബ്രേക്കിന്റെ ചില തകരാറാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഈ KSRTC ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് ഇറങ്ങിയ ശേഷം അതിന് അടവെക്കാനായി ഇറങ്ങിയപ്പോൾ ഈ ബസ് ഉരുണ്ട് പോരുകയായിരുന്നു എന്നാണ് ആ ഡ്രൈവർ പറഞ്ഞത്. ഈ റോഡാണ് ഉള്ളത്. ഈ റോഡ് കടന്ന്, അതായത് വളരെ പ്രധാനപ്പെട്ട റോഡാണ്. എപ്പോഴും വാഹനങ്ങൾ ഇതേപോലെ കടന്നു പോകുന്ന ഒരു വഴിയാണുള്ളത്. പക്ഷേ ഈ വഴി കടന്നുകൊണ്ട് ബസ് പിന്നിലേക്ക് ഉരുണ്ട് വരികയാണ് ചെയ്തത്. നമുക്കിപ്പോഴും ചില ബസ്സുകൾ ഇതിന് കുറച്ച് അപ്പുറത്ത് അങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതാണ് അവിടെ നേരത്തെ ഒരു അപകടം ഉണ്ടായപ്പോൾ അവിടെ പാർക്കിംഗ് പാടില്ല എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ വീണ്ടും പാർക്കിംഗ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്. എന്തായാലും അവിടെ നിന്ന് വാഹനം ഉരുണ്ട് വന്ന് ഈ മതിൽ തകർക്കുന്നു. ഇതിന്റെ പിന്നിൽ ഈ കാണുന്നത് PWDയുടെ ഒരു ക്വാർട്ടേഴ്സ് ആണ് ഉള്ളത്. തൊട്ടിപ്പുറത്ത് പ്രസ് ക്ലബ് കെട്ടിടമുണ്ട്. അതിനും ഇപ്പുറത്ത് കാണുന്നത് PWD ഓഫീസാണ് ഉള്ളത്. എന്തായാലും ഇവിടേക്കൊക്കെയാണ് ടോം ഇത് തുടർച്ചയായി ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു ഗുരുതരമായ വീഴ്ചയായി എടുത്ത് പറയേണ്ട കാര്യം. അവിടെ സാധാരണക്കാരായ നിരവധി മനുഷ്യർ നടന്നും ഒക്കെ ഈ വാഹനങ്ങളിലുമൊക്കെ, പ്രത്യേകിച്ച് സ്കൂട്ടർ യാത്രക്കാരൊക്കെയാണ്, അങ്ങനെ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ ഈ ബസ് പിന്നിലേക്ക് ഡ്രൈവർ ഇല്ലാതെ ഉരുണ്ട് വന്നു കഴിഞ്ഞാൽ ആ ബസ്സിന്റെ അടിയിൽ പെടുന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ടാകും. പക്ഷെ അതൊന്നും 2 തവണയും സംഭവിച്ചിട്ടില്ല. ആദ്യത്തെ തവണ ഇങ്ങനെ സംഭവം ഉണ്ടായ ശേഷം ഒരു ജാഗ്രത ഒക്കെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അതുണ്ടായില്ല. ഇനിയെങ്കിലും അതുണ്ടാകട്ടെ. 2ാം തവണയും ഇതേ തെറ്റ് ആവർത്തിക്കപ്പെടുന്നു. ഇനിയെങ്കിലും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ്. അതിന് എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ എന്തായാലും നിലവിൽ ഈ സ്ഥലത്ത് ബസ് സാധാരണ പാർക്ക് ചെയ്യാറുള്ള സ്ഥലമാണ്. അവിടെ ഒരു നോ പാർക്കിംഗ് ബോർഡൊക്കെ തൽക്കാലത്തേക്ക് KSRTC വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇങ്ങനെ ചെറിയൊരു ബാരിക്കേഡ് പോലെ തൽക്കാലത്തേക്ക് തീർത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. തീർച്ചയായും ഭാഗ്യം കൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത്. സാധാരണ വലിയ തിരക്കുള്ള റോഡാണ്. അവിടെയാണ് ഈ 2 തവണയും തുടർച്ചയായി ഈ ബസ് ഈ മതിൽ തകർത്തത്, അതായത് റോഡ് മുറിച്ച് മതിൽ തകർത്തത്. ഈ വിഷയത്തിൽ ഈ 2 തവണയും വീഴ്ച വരുത്തിയ ഈ ഡ്രൈവർമാർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടിയെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? അത്തരം നടപടി ഉണ്ടായില്ല, അല്ലെങ്കിൽ ഇനി ഇത്തരം വീഴ്ച ഉണ്ടാകില്ല എന്നൊക്കെ മാത്രം വാക്കാൽ പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമോ ശ്രീജിത്ത്?
ആദ്യ ഘട്ടത്തിൽ അന്വേഷണം നടത്തും, പരിശോധിക്കുമെന്നൊക്കെ KSRTC പറഞ്ഞിരുന്നതാണ്. പക്ഷെ ആരെയും അങ്ങനെ ഒരു നടപടി കാര്യങ്ങളിലേക്കൊന്നും പോയതായിട്ടുള്ള വിവരങ്ങൾ ആ ഘട്ടത്തിൽ പിന്നീട് വന്നിരുന്നില്ല. ഒരു പരിധിവരെ ഇത് നോക്കുമ്പോൾ ചെറിയൊരു മതിൽ തകർത്ത ഒരു അപകടമാണ്. ആദ്യത്തെ ഘട്ടത്തിലും ആർക്കും പരിക്കൊന്നും പറ്റാത്ത നിലയിൽ ഇത് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കാര്യമായൊരു നടപടിയും ഉണ്ടാകാത്തത്. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടിയുള്ളത്, ടോം, ഇത് ഈ സ്റ്റാൻഡിൽ പല സ്ഥലത്തു നിന്ന് വരുന്ന വാഹനങ്ങളാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയുള്ള ഡ്രൈവർമാർ മാത്രമല്ല ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റാൻഡിന്റെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഇവിടെ പാർക്ക് ചെയ്യരുത്, അത് കർശനമായി അത് നിരോധിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അതിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നതാണ് ഈ വീണ്ടും ആവർത്തിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇത്തവണയെങ്കിലും അതിനുള്ള നടപടികളിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. KSRTC പരിശോധിക്കുമെന്ന് തന്നെ കരുതേണ്ടി വരും. ഏറ്റവും കുറഞ്ഞത് ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങളെങ്കിലും എടുക്കേണ്ടതുണ്ട്. അതിലേക്ക് KSRTC കടക്കുമോ എന്നുള്ളതാണ് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടത്. എന്തായാലും തൽക്കാലത്തേക്ക് നിലവിൽ ഇവിടെ ഒരു ചെറിയ ഈ ഭാഗം ഒഴിച്ചിട്ടിരിക്കുന്നുണ്ട്. അവിടെ നോ പാർക്കിംഗ് എന്ന ബോർഡും ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. അത്തരം ക്രമീകരണങ്ങളാണുള്ളത്. എന്തായാലും നിരവധി വഴിയാത്രക്കാർ ഒക്കെ നടന്നു പോകുന്ന ഒരു വഴി, കാൽനട യാത്രക്കാർ ഉൾപ്പെടെ നടന്നു പോകുന്ന വഴിയാണ്. സ്കൂട്ടറുകളും ചെറിയ കാറുകളും ഓട്ടോറിക്ഷകളും അടക്കം എല്ലാ വാഹനങ്ങളും വളരെ വേഗത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു വഴി കൂടിയാണ്. അവിടെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. ഇനിയെങ്കിലും അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടി KSRTCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വ്യക്തമാണ്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്താണ് KSRTC ബസ് ബ്രേക്ക് നഷ്ടപ്പെട്ട് തൊട്ട് സമീപത്തുള്ള പ്രസ് ക്ലബിന്റെ മതിലിടിച്ച് തകർത്ത്. ഇതിന് മുൻപും സമാനമായ രീതിയിൽ വീഴ്ചകൾ, അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ KSRTC അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സ്പോട്ട്ലൈറ്റ്